PSC റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലമാണ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1853 ചാർട്ടർ ആക്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തുടർച്ചയൊന്നമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളും ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളുമാണ്. ഓക്കെ, 1853 ചാർട്ടർ ആക്ടിന് ശേഷം നിലവിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 നിലവിൽ വരുന്നതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ത്യയിൽ നടന്നു. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഒരു ലഹള ഇന്ത്യയിൽ നടന്നിരുന്നു. അതിന് ബ്രിട്ടീഷുകാർ പറയുന്നത് അതിന് സിപ്പായി മ്യൂട്ടിനി എന്നാണ്. ഓക്കെ, സിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പറയുന്ന ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത് 1857 അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ആക്ട് കൊണ്ടുവരുന്നത് തന്നെ ഇന്ത്യക്ക് ഒരു ഗുഡ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് എന്ന രീതിയിലാണ് ഈ ആക്ട് കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ദി ആക്ട് നോൺ ആസ് ദ ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദി ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ കൊണ്ടുവന്ന ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്തു, അബോളിഷ്ഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ട്രാൻസ്ഫേർഡ് ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ടെറിട്ടറീസ് ആൻഡ് റവന്യൂസ് ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. അല്ലേ, അപ്പോൾ അതിൽ എന്ത് ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയുടെ ഭരണത്തെ പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്തു. അതിനുശേഷം പവേഴ്സ് എല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതിലെല്ലാ പവറും ഗവൺമെൻറ്റിൻ്റെ എല്ലാ പവറും അതുപോലെ തന്നെ ടെറിട്ടറീസ് അതുപോലെ തന്നെ റവന്യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അണ്ടറിലേക്ക് നേരിട്ട് മാറ്റി. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഈ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് it provided that India henceforth was to be governed by in the name of Her Majesty. അല്ലേ, ഇനി ഇന്ത്യ ഭരിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ക്രൗണിന് വേണ്ടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതുപോലെ തന്നെ ഇറ്റ് ചേഞ്ച്ഡ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ടു ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇറ്റ് ചേഞ്ച്ഡ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ടു ദാറ്റ് ഓഫ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഗവർണർ ജനറൽ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് പിന്നീട് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, മുൻപ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേര് അറിയപ്പെട്ടിരുന്ന പേര് പിന്നീട് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങി. വൈസ്രോയ് വാസ് ദ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ ഇൻ ഇന്ത്യ. ഓക്കെ, ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ആര്, വൈസ്രോയ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലോർഡ് കാനിങ് ദസ് ബിക്കേം ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ലോർഡ് കാനിങ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്, ലോർഡ് കാനിങ് തന്നെയാണ്. ലോർഡ് കാനിങ് തന്നെയാണ് അവസാനത്തെ ഗവർണർ ജനറലും അതുപോലെ തന്നെ ആദ്യത്തെ വൈസ്രോയും. ഇതാണ് ഈ ആക്ടിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. നമുക്കറിയാം 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നത് ആരാണ്, ലോർഡ് കാനിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനെല്ലാം അട്ടിച്ചമർത്തിയുന്നത്. പിന്നീട് അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ടും വരുന്നത്. ഓക്കെ, മുൻപ് ഗവർണർ ജനറൽ ആയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നീട് വൈസ്രോയി ആയിട്ടും വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഒരു ഗുഡ് ഗവൺമെൻറ് എന്ന രീതിയിൽ കൊണ്ടുവന്ന ആ ഒരു ഇന്ത്യക്കായിട്ടൊരു ഗുഡ് ഗവൺമെൻറ് എന്ന രീതിയിൽ കൊണ്ടുവന്ന ആ ഒരു ആക്ടിൽ പ്രകാരം ഗുഡ് ഗവൺമെൻറ് പക്ഷേ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ഗവൺമെൻറ്റിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസും അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതേ വ്യക്തി തന്നെ വീണ്ടും വൈസ്രോയി ആയിട്ട് വരുന്നു. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അതിലടുത്തതായിട്ട് വരുന്നത് ഇറ്റ് എൻഡഡ് ദ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെൻറ് ബൈ അബോളിഷിംഗ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇറ്റ് എൻഡഡ് ദ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെൻറ് അബോളിഷിംഗ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമയത്ത് പ്രധാനമായിട്ടും നിലവിലുണ്ടായിരുന്ന രണ്ട് ഗവേണിംഗ് ബോഡിയാണ് ബോർഡ് ഓഫ് കൺട്രോളും അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. അതൊരു ഡ്യുവൽ ഗവൺമെൻറ് എന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഈ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റം എൻഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പുതിയൊരു സിസ്റ്റം കൊണ്ടുവരികയാണ്. അതെന്താണെന്ന് നോക്കാം. അതിലടുത്തതായിട്ട് മൂന്നാമത്തെ പോയിന്റിൽ ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ഓഫീസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, വെസ്റ്റഡ് വിത്ത് കംപ്ലീറ്റ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ഓവർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. എന്താ പറയുന്നത്, ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ഓഫീസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അല്ലെ, ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നൊരു പുതിയൊരു ഓഫീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ എല്ലാ അഡ്മിനിസ്ട്രേഷനെയും ഇന്ത്യയുടെ എല്ലാ അഫയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷനെയും നിയന്ത്രിക്കുന്നത് ആരാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന ഒരു പുതിയ പോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വാസ് എ മെമ്പർ ഓഫ് the British cabinet and was responsible ultimately to the British Parliament. Okay, ആ പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരിക്കും,
ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മെമ്പറായിരിക്കും. ഓക്കെ, ബ്രിട്ടീഷ് ക്യാബിനറ്റിൻ്റെ ഒരു മെമ്പറായിരിക്കും ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു അംഗമായിരിക്കും ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗം. അപ്പോൾ ആ ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗം അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു അംഗത്തിന് സ്വാഭാവികമായിട്ടും ആ മെമ്പർക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിനോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വൈസ്രോയ്ക്ക് പുറമെ ഈ ആക്ട് പ്രകാരം പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, അതിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു അംഗമായിരിക്കും എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് a 15-member council. It established a 15-member council of India to assist the Secretary of State for India. Okay, ഈ Secretary of State for India അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15-member council കൂടി ഇവിടെ രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, ദ കൗൺസിൽ വാസ് ആൻ അഡ്വൈസറി ബോഡി. ഈ കൗൺസിൽ ഒരു അഡ്വൈസറി ബോഡി ആയിരിക്കും. ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വാസ് മെയ്ഡ് ദ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ. ഓക്കെ, ഈ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ആ കൗൺസിലെ ചെയർമാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കൗൺസിൽ ഒരു അഡ്വൈസറി ബോഡി കൂടിയായിരിക്കും. ഓക്കെ, അടുത്തത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ കൗൺസിൽ ആസ് എ ബോഡി കോർപ്പറേറ്റ് capable of being swayed in India and in England. അതായത് പ്രധാനമായിട്ടും ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ കൗൺസിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ എൻറ്റിറ്റി, അതായത് ആ ലീഗൽ എൻറ്റിറ്റിക്ക് മേലെ ആർക്കും കേസ് കൊടുക്കാം, അതുപോലെ തന്നെ ആ ലീഗൽ എൻറ്റിറ്റിക്ക് മറ്റൊരാളുടെ മേലും കേസ് കൊടുക്കാൻ കഴിയും. ഓക്കെ, അതാണ് പ്രത്യേകം. അങ്ങനെ ഒരു ലീഗൽ എൻറ്റിറ്റി, അതായത് ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് ഇതിനെ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ കൗൺസിലിനെ രൂപീകരിച്ചു. അതുപോലെ തന്നെ അടുത്തതായിട്ട് ദ ആക്ട് ഓഫ് 1858 വാസ് ഹൗവർ ലാർജ്ലി കൺഫൈൻഡ് ടു ദ improvement of the administrative machinery by which the Indian government was to be supervised and controlled in England. ഓക്കെ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അഡ്മിനിസ്ട്രേറ്റീവും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ടുള്ളൊരു മെഷീനറിയെ രൂപപ്പെടുത്തുന്നതിനായിട്ട് 1858 ആക്ട് കാരണമായി. അതുപോലെ തന്നെ ഇറ്റ് ഡിഡ് നോട്ട് ആൾട്ടർ എനി സബ്സ്റ്റാൻഷ്യൽ വേ ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇറ്റ് ഡിഡ് നോട്ട് ആൾട്ടർ എനി സബ്സ്റ്റാൻഷ്യൽ വേ ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് വ്യവസ്ഥ, അതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ശേഷമാണ് ഇവർ ഈ പറയുന്ന ഒരു ആക്ട് കൊണ്ടുവരുന്നത്. അതിനൊരു ഗുഡ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആക്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയാൽ അതിലൊരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഇവരതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതേ ഗവൺമെൻറ്റിൻ്റെ അതേ ഒഫീഷ്യൽസ് തന്നെയാണ് വീണ്ടും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്രൗണിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു പ്രത്യേകിച്ച് ഒരു സബ്സ്റ്റാൻഷ്യൽ വേ, അതായത് ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനായിട്ട് ഈ ആക്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുമാണ് നമ്മൾ നോക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. അതിൽ ആക്ട് ഫോർ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു ഗുഡ് ഗവൺമെൻറ്റിന് വേണ്ടി, ഇന്ത്യയിലെ ഒരു ഗുഡ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നതെന്ന പേരിലാണ് ഈ ആക്ട് വന്നത്. ഓക്കെ, അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് മാറിയിട്ട് വൈസ്രോയ് എന്ന പോസ്റ്റ് വരുന്നു. വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റാണ് പിന്നീട് വരുന്നത്. അതുപോലെ തന്നെ അതിൽ ബോർഡ് ഓഫ് കൺട്രോൾ അഥവാ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നിട്ടുള്ള ആ ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം ഇതിനെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നൊരു പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ കീഴിൽ അതിൽ പ്രധാനമായിട്ടും ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് ആരാണ്? ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു അംഗമായിരിക്കും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 15 അംഗ ഒരു കമ്മിറ്റി ഒരു കൗൺസിൽ നിലവിൽ വരുന്നുണ്ട്. ആ ഒരു കൗൺസിലാണ് പിന്നീട് ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് ആ കൗൺസിൽ വർത്തിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ബോഡി കോർപ്പറേറ്റ് ആ കൗൺസിലിന് കേസെടുക്കാനും ആ കൗൺസിലിൻ്റെ മേലെ കേസെടുക്കാനും അതുപോലെ തന്നെ ആ കൗൺസിലിന് മറ്റാളുടെ മേലെ കേസെടുക്കാനുമുള്ളൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ബോഡി കോർപ്പറേറ്റ് ആയിട്ട് അതിനെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഈ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കി. അടുത്തതായിട്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം വരുന്ന ആക്ടുകൾക്ക് പറയുന്ന പേരാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചു, അതുപോലെ തന്നെ ചാർട്ടർ ആക്ടുകൾ പഠിച്ചു, അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിച്ചു അല്ലേ. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം
1861 മുതൽ 1909 വരെയുള്ള 3 ആക്ടുകൾ 1860-ലും അതുപോലെ തന്നെ 1892-ലും അതുപോലെ 1909-ലുമുള്ള ആക്ടുകളെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതുപോലെ തന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തുടങ്ങിയിട്ടുള്ള കൗൺസിലുകളിൽ ഒരുപാട് കാതലായ മാറ്റങ്ങൾ ഇതുമൂലം ഓരോ ആക്ടിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിലാദ്യമായിട്ട് ആഫ്റ്റർ ദ ഗ്രേറ്റ് റിവോൾട്ട് ഓഫ് 1857 the British government felt necessity of seeking the cooperation of the Indians in the administration of their country. എന്താ പറയുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യ ഭരിക്കുന്നതിനായിട്ട് ഇന്ത്യക്കാരുടെ സഹകരണം ഉറപ്പാക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആക്ടുകൾ നിലവിൽ വരികയും ഒരുപാട് നടപടിക്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 എന്നത്. ഓക്കെ, in pursuance of this policy of association, 3 acts were enacted by the British Parliament in 1861, 1892 and 1909. ഞാൻ നേരത്തെ പറഞ്ഞു 1861-ലും 1892-ലും 1909-ലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലുകളുടെ ഒരു എക്സ്പാൻഷൻ, ഒരു കൗൺസിൽ, അതായത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും അതുപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും എക്സ്പാൻഷൻ പ്രോസസ്സുകൾ നടക്കുന്ന ഒരുപാട് ആക്ടുകളുണ്ട്. അതിലൊന്നാണ് 1861-ലേത്. അതുപോലെ തന്നെ അതിൽ രണ്ടാമത് വരുന്നത് 1892-ലും 1909-ൽ ഏറ്റവും അവസാനത്തേതും. അതിനുശേഷം വരുന്ന 1919-ലെ ആക്ട് അറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. അതുപോലെ തന്നെ 1935-ലെ ഒരു ആക്ട് വരുന്നുണ്ട്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ എന്നറിയപ്പെടുന്ന ആക്ടുകളാണ് ഈ പ്രധാനപ്പെട്ട 3 ആക്ടുകൾ. 1861-ലേത്, അതുപോലെ തന്നെ 1892-ലേതും 1909-ലേതും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 1909-ലെ ആക്ട് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു. എന്താണെന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും. ഓക്കെ, അടുത്തതായിട്ട് ദി ഇന്ത്യൻ കൗൺസിൽ ആക്ട് of 1861 is an important landmark in the constitutional and political history of India. Okay, Indian Council Act of 1861 എന്നത് ഒരു വലിയൊരു ലാൻഡ്മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു വലിയൊരു ലാൻഡ്മാർക്കായിട്ട് 1861-ലെ ആക്ട് എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് വെയർ ആസ് ഫോളോസ്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ അതിൽ ആദ്യത്തേത് ഇറ്റ് മെയ്ഡ് ദ ബിഗിനിങ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ അസോസിയേറ്റിംഗ് ഇന്ത്യൻസ് വിത്ത് ദ ലോ മേക്കിംഗ് പ്രോസസ്. ഓക്കെ, അതായത് ലോ മേക്കിംഗ് പ്രോസസ്, പുതിയ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യൻസിൻ്റെ കൂടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ഇത് ഉറപ്പിക്കുന്ന ഒരു നിയമം, ഒരു ആക്ട് ആയിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ദസ് പ്രൊവൈഡഡ് ദാറ്റ് ദ വൈസ്രോയ് ഷുഡ് നോമിനേറ്റ് സം ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ഹിസ് എക്സ്പാൻഡഡ് കൗൺസിൽ. ഞാൻ പറഞ്ഞു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യുകയും കുറച്ച് ഇന്ത്യൻസിനെ കൂടി അതിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് കുറച്ച് ഇന്ത്യൻസിനെ കൂടി അതിൽ നോമിനേറ്റ് ചെയ്തു. ഇന്ത്യൻസിനെ തന്നെ അതിലേക്ക് ആ ഒരു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഇന്ത്യൻസ് ആ ബ്രിട്ടീഷ് ഭരണത്തോട് വളരെയധികം കൂറുള്ള ഇന്ത്യൻസ് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻ 1862 ലോർഡ് കാനിങ് ദ വൈസ്രോയി നോമിനേറ്റഡ് 3 ഇന്ത്യൻസ് ടു his legislative council, the Raja of Banaras, the Maharaja of Patiala and Sir Dinakar Rao. അപ്പോൾ അതിന് പ്രകാരം 1862 ലോർഡ് കാനിങ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യൻസിനെ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് ആദ്യത്തേത് രാജ ഓഫ് ബനാറസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മഹാരാജ ഓഫ് പട്യാല, പട്യാലയിലെ മഹാരാജാവും അതുപോലെ തന്നെ ബനാറസിലെ ഒരു രാജാവും, അതുപോലെ സർ ദിനകർ റാവു എന്നിങ്ങനെ 3 പേരാണ് ആദ്യത്തെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പ്രധാനമായിട്ടും 1862 എക്സ്പാൻഡിങ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഇനീഷ്യേറ്റഡ് ദ പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ബൈ റീസ്റ്റോറിംഗ് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് to the Bombay and Madras presidencies. It thus reversed the centralizing tendency that started from the Regulating Act of 1773 and reached its climax under the Charter Act of 1833. എന്താ പറയുന്നത്? റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ തുടങ്ങി 1833 ചാർട്ടർ ആക്ട് വരെ നീളുന്ന ഒരു സെൻട്രലൈസിങ് പ്രോസസ്സ് ഉണ്ട് അല്ലേ? 1870 നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി, ഒരു സെൻട്രലൈസിങ്, അതായത് ഒരു കേന്ദ്രീകരിക്കുക, ഭരണത്തെ മുഴുവൻ സെൻട്രലിലേക്ക് കേന്ദ്രീകരിക്കുക.
ജനറലിലേക്ക്, അതായത് വൈസ്രോയ്, അതായത് ഗവർണർ ജനറലിലേക്ക് ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ എല്ലാ വശങ്ങളും കേന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ടിലും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് 1833 ചാർട്ടർ ആക്റ്റുമാണ്. ആ ഒരു പ്രോസസ്സിന് പിന്നീട് ഡീസെൻട്രലൈസേഷൻ ചെയ്യുകയാണ്. അതായത് വൈസ്രോയുടെ ഒരു ഏകീകൃതപ്പെട്ടിട്ടുള്ള ആ ഒരു സെൻട്രലൈസിങ് ടെൻഡൻസിയെ ഡീസെൻട്രലൈസ് ചെയ്യുന്നൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബോംബെ അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസീസിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നേരത്തെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എല്ലാം അതിൽ നിന്ന് സെൻട്രലൈസിങ് ടെൻഡൻസിയുടെ ഭാഗമായിട്ട് ബോംബെ അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസീസിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് നേരത്തെ എന്ത് ചെയ്തിരുന്നു? അതിനെ ഇല്ലാതാക്കിയിരുന്നു. പക്ഷേ പിന്നീട് അത് വീണ്ടും ആ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ബോംബെ മദ്രാസ് പ്രസിഡൻസീസിന് അവരുടേതായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതുപോലെ തന്നെ ആ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടാനുള്ള ഒരു അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ദിസ് പോളിസി ഓഫ് ലെജിസ്ലേറ്റീവ് ഡിവല്യൂഷൻ resulted in the grant of almost complete internal autonomy to the provinces in 1937. 1937 ആകുമ്പോഴേക്കും ഏകദേശം പൂർണ്ണമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ ഏതിന് വന്നു? ഈ പറയുന്ന പ്രൊവിൻസുകൾക്ക് ലഭിക്കുന്ന ഒരു ആ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇറ്റ് ആൾസോ പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അടുത്തതായിട്ട് it also provided for the establishment of new legislative councils for Bengal, North-Western provinces, Punjab, which were established in 1862, 1886 and 1897. ഇതിലെന്താ പറയുന്നത്? പുതുതായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എവിടെയെല്ലാമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബംഗാളിൽ, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ, അതുപോലെ പഞ്ചാബിൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത് ബംഗാളിൽ 1862 1886 നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിലും അതുപോലെ തന്നെ 1897 പഞ്ചാബിലും പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിൽസുകൾ നിലവിൽ വരുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് എംപവേർഡ് ദ വൈസ്രോയ് ടു മേക്ക് റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ഫോർ മോർ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഇൻ ദ കൗൺസിൽ. അതുപോലെ തന്നെ വൈസ്രോയ്സിന് പുതിയ റൂൾസും അതുപോലെ തന്നെ ഓർഡേഴ്സ് എല്ലാം ഇറക്കുന്നതിനായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ്. അതുപോലെ ഇറ്റ് ആൾസോ ഗേവ് എ റെക്കഗ്നിഷൻ ടു ദ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കാനിങ് ഇൻ 1859. അതായത് പോർട്ട്ഫോളിയോ സിസ്റ്റം നമുക്ക് ഫേമസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം ആരംഭിക്കുന്നത് ലോർഡ് കാനിങ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് കീഴിൽ അതായത് പ്രധാനമായിട്ടും ആ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മെമ്പർ ഓഫ് വൈസ്രോയ് കൗൺസിൽ, വൈസ്രോയുടെ ഒരു കൗൺസിലിൽ ഉള്ളൊരു മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്നോ അതിലധികമോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചാർജ് കൊടുക്കുകയും ആ ചാർജ് ലഭിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായിട്ടുള്ള ആ പോർട്ട്ഫോളിയോ സിസ്റ്റത്തിലെ ആ പറയുന്ന വൈസ്രോയ് കൗൺസിലിൻ്റെ മെമ്പറിന് തനിച്ച് തന്നെ ഫൈനലായിട്ടുള്ള ഓർഡേഴ്സ് ഇറക്കുന്നതിനായിട്ടുള്ള അധികാരം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത്. വൈസ്രോയുടെ പ്രത്യേക അനുമതി ആവശ്യമില്ല. അതിൽ ആ പറയുന്ന ഒരു വൈസ്രോയ് കൗൺസിലിൻ്റെ ഒരു എക്സിക്യൂട്ടീവിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വൈസ്രോയ് കൗൺസിൽ എക്സിക്യൂട്ടീവിന് തന്നെ പ്രത്യേകം ഓർഡർ ഇറക്കാനുള്ള അധികാരം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് എംപവേർഡ് ദ വൈസ്രോയ് ടു ഇഷ്യൂ ഓർഡിനൻസ്. അതുപോലെ തന്നെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയ്ക്ക് അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. വിത്തൗട്ട് ദ കൺകറൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അനുമതി അതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ എമർജൻസി കാലഘട്ടങ്ങളിൽ വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡിനൻസുകൾ ഇറക്കാൻ കഴിയും. അതിന് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അനുമതി ആവശ്യമില്ല. പക്ഷേ ആ ഓർഡിനൻസിൻ്റെ കാലാവധി ഒരു 6 മാസത്തേക്കായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതെല്ലാം ഒന്നുകൂടി ഓടിച്ച് നോക്കിയാൽ അതിൽ ആദ്യമായി പറയുന്നത് എന്താണ്? വൈസ്രോയ്സിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അത് വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അതിൽ പ്രധാനമായിട്ടും 3 ഇന്ത്യൻസിനെ ആഡ് ചെയ്യുന്നുണ്ട്. രാജ ഓഫ് ബനാറസ്, അതുപോലെ തന്നെ മഹാരാജ ഓഫ് പട്യാല, ദിനകർ റാവു തുടങ്ങിയ 3 ഇന്ത്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? വൈസ്രോയുടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നിയമത്തിലൂടെയാണ്. ബോംബെ മദ്രാസ് പ്രസിഡൻസീസിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് തിരിച്ചു കൊടുത്തുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമായിട്ട് വരുന്നത് കുറച്ച് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, പുതുതായിട്ട് കുറച്ച് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് രൂപീകരിക്കുന്നുണ്ട്. എവിടെയെല്ലാമാണ്? ബംഗാളിലും നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ, പഞ്ചാബിൽ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോർഡ് കാനിങ് കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് ഒരു റെക്കഗ്നിഷൻ കൂടി ഈ ആക്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈസ്രോയ്സിന് ഓർഡിനൻസ് ഇറക്കാനുള്ള ഒരു അധികാരം കൊടുക്കുന്ന ഒരു ആക്ട് കൂടിയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 എന്നത്. അടുത്ത ഇന്ത്യൻ കൗൺസിൽ ആക്ടാണ് 1892 ഇന്ത്യൻ
കൗൺസിൽ ആക്ട്. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നോക്കിയാൽ അതിൽ ആദ്യത്തേത് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് അഡീഷണൽ അഥവാ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇൻ ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബട്ട് മെയിൻറ്റെയിൻഡ് ഒഫീഷ്യൽ മെജോറിറ്റി ഇൻ ദം. അതായത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസുകളുണ്ട് അല്ലേ, ആ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന ഒരു ആക്ടാണ് 1892. പക്ഷേ അംഗസംഖ്യ വർദ്ധിപ്പിച്ചാൽ തന്നെയും ഒഫീഷ്യൽ മെജോറിറ്റി ആർക്കായിരിക്കും? ബ്രിട്ടീഷുകാർക്കായിരിക്കും. അതിലുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള അംഗങ്ങൾക്കാണ് അതിൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള മെജോറിറ്റി വരുന്നത്. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള അംഗങ്ങളെ കുറച്ചുകൂടി കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ കോർപ്പറേറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോഴും മെജോറിറ്റി ബ്രിട്ടീഷുകാർക്ക് തന്നെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് ഇൻക്രീസ്ഡ് ദ ഫങ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ഗേവ് ദം ദ പവർ ഓഫ് ഡിസ്കസിങ് ബഡ്ജറ്റ് ആൻഡ് അഡ്രസ്സിങ് ദ ക്വസ്റ്റ്യൻ ടു ദ എക്സിക്യൂട്ടീവ്. അതിൽ പ്രധാനമായിട്ടും എന്താ പറയുന്നത്? ഇവർക്ക് കുറച്ച് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് കുറച്ച് അധികാരങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുകയാണ്. അതിൽ പ്രകാരം അവർ ബഡ്ജറ്റെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാനായിട്ടുള്ളൊരു അനുമതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാനായിട്ട് അനുമതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുമതിയും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ നോമിനേഷൻ ഓഫ് സം നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് of the Central Legislative Council by the Viceroy on the recommendation of the Provincial Legislative Council and Bengal Chamber of Commerce. എന്താ പറയുന്നത്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ ആ ഒരു നോമിനേഷൻ പ്രോസസ്സ്, അതായത് വൈസ്രോയി ആണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്നത്. ആ വൈസ്രോയുടെ നിയമനത്തിനായിട്ടുള്ള നോമിനേഷൻ നടത്തുന്നത്, അതിനുള്ള റെക്കമെൻഡേഷൻ ചെയ്യുന്നത് ആരാണ്? അംഗങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസുകളുണ്ട് അല്ലേ, ആ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസുകളും അതുപോലെ തന്നെ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനും കൂടി ചേർന്നാണ്. ഓക്കെ, ആ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് 1833 നിലവിൽ വന്നിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ആയിട്ടുള്ള ആ കൊമേഴ്ഷ്യൽ ബ്രിട്ടീഷ് വ്യാപാരികൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന, ഒരു ഓർഗനൈസേഷനാണ് ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് അതിൽ ഒരുപാട് ഇന്ത്യക്കാർ കൂടി അതിൽ അംഗമാകുന്നുണ്ട്. പിന്നീട് ആ ഒരു ബംഗാൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരായിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ആ ഒരു താല്പര്യങ്ങളെല്ലാം, അവരുടെ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള താല്പര്യങ്ങൾ, അതുപോലെ ബന്ധങ്ങൾ, ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് 1833 ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെയും റെക്കമെൻഡേഷനോട് കൂടിയിട്ടുള്ള ആ റെക്കമെൻഡേഷനിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കൗൺസിലിലേക്ക്, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആ ഒരു അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ദാറ്റ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ബൈ ദ ഗവർണേഴ്സ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് ബോർഡ്സ്, മുനിസിപ്പാലിറ്റീസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ട്രേഡ് അസോസിയേഷൻ. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്ന ഗവർണർമാർ, ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഗവർണർമാർ പുതിയ അംഗങ്ങളെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിയമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ബോർഡ്സുകൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ, യൂണിവേഴ്സിറ്റീസ്, ട്രേഡ് അസോസിയേഷൻസ്, ജമീന്ദാർസ് തുടങ്ങിയിട്ടുള്ളവരിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടുള്ള അംഗങ്ങളെയാണ് ആര് നിയമിക്കുന്നത്? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഗവർണർമാർ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 1892 ഈ പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ഈ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേകതകൾ കൂടി നോക്കാം. ദ ആക്ട് മെയ്ഡ് എ ലിമിറ്റഡ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൊവിഷൻ ഫോർ ദ യൂസ് ഓഫ് ഇലക്ഷൻ ഇൻ ഫില്ലിംഗ് അപ്പ് ഓഫ് സം ഓഫ് the non-official seats both in the central and provincial legislative councils. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിൻഷ്യലും അതുപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുമുള്ള നോൺ ഒഫീഷ്യൽ സീറ്റിൻ്റെ ആ ഒരു ഫില്ലിംഗ് നടത്തുന്ന പ്രോസസ്സ്, ഒരു ഇലക്ഷൻ, ഒരു പൂർണ്ണമായും ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ തന്നെയും ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷനിലൂടെ നടത്തുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുകയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ആ ഒരു ഇലക്ഷൻ എന്ന വാക്ക് എന്തിൽ ചെയ്തിട്ടുള്ള ഈ ആക്ടിൽ യൂസ് ചെയ്തിട്ടുള്ള എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നോമിനേഷൻ തന്നെയാണ് നടത്തുന്നത്, റെക്കമെൻഡേഷനാണ്. ഇതുപോലുള്ള റെക്കമെൻഡേഷൻ നടത്തുവാണെങ്കിൽ തന്നെ ഒന്നിലധികം ചിലപ്പോൾ അംഗങ്ങൾ ഉണ്ടാവാം. അവരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? തിരഞ്ഞെടുത്തിട്ടുള്ള അംഗങ്ങളെയാണ് അവരെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കൗൺസിൽസ്, അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു ജമീന്ദാർസ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, ആ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഒന്നിലധികം അംഗങ്ങൾ ചിലപ്പോൾ ആ ഒരു കൗൺസിലിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും അവരിൽ ഒരു ഇലക്ഷൻ മുഖേന എന്ത് ചെയ്യാം? ആ ഒരു ചേംബർ ഓഫ് കൊമേഴ്സ് പിന്നീട് ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ പാർഷ്യലായിട്ടൊരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഇലക്ഷൻ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ ആക്ടിൽ എവിടെയും ഇലക്ഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ,
അപ്പോൾ ഈ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്നുകൂടി നോക്കിയാൽ അതിൽ പ്രധാനമായിട്ടും എന്താ പറയുന്നത്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെയും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെയും ആ ഒരു മെജോറിറ്റി ബ്രിട്ടീഷുകാർക്ക് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവരുടെ മെമ്പേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസിൽ പ്രധാനമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ചില അധികാരങ്ങൾ കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ എക്സിക്യൂട്ടീവിനോട് അഡ്രസ്സ് ചെയ്ത് ചോദിക്കാനുമുള്ള അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്കുള്ള റെക്കമെൻഡേഷൻ നടത്തുന്നത് ആരാണ്? ആ ഒരു ബംഗാൾ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും അതുപോലെ തന്നെ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സും കൂടിയിട്ടാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് അംഗങ്ങളെ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്കുള്ള അംഗങ്ങളെ ഗവർണർ നിയമിക്കുന്നത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ഡിസ്ട്രിക്ട് ബോർഡ്സ്, മുനിസിപ്പാലിറ്റീസ്, യൂണിവേഴ്സിറ്റീസ് തുടങ്ങിയിട്ടുള്ള ട്രേഡ് അസോസിയേഷൻസ് അതുപോലെ തന്നെ സെമീന്ദാഴ്സിൻ്റെ റെക്കമെൻഡേഷനിലൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇലക്ഷൻ എന്നൊരു വാക്ക് ഇതിൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും ചില ഇലക്ഷൻ എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചില എലമെൻറ്റ്സ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന കാര്യം കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ആക്റ്റാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതാണ് ആ പേര്? മോർലി മിൻറ്റോ റിഫോംസ്, മിൻറ്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മോർലി മിൻറ്റോ റിഫോംസ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു ആക്റ്റാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഓക്കെ, ലോർഡ് മോർലി വാസ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഓക്കെ, ലോർഡ് മോർലി എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ലോർഡ് മിൻറ്റോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ്രോയി ആണ്. ഓക്കെ, ഇന്ത്യയുടെ വൈസ്രോയി ആ സമയത്ത് ലോർഡ് മിൻറ്റോ ആയിരുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ലോർഡ് മോർലി ആയിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഈ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ അതിൽ ആദ്യത്തേത്, ഇറ്റ് കൺസിഡറബിളി ഇൻക്രീസ്ഡ് ദ സൈസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ബോത്ത് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ. ദ നമ്പർ ഓഫ് members in the central legislative councils was raised from 16 to 60. എന്താ പറയുന്നത്? ഈ പറയുന്ന സെൻട്രലും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട്. അതിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെയും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലെയും അംഗങ്ങളുടെ എണ്ണം വളരെയധികം ഉയർത്തുകയുണ്ടായി. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ അംഗങ്ങളുടെ എണ്ണം 16 ആയിരുന്നു. അത് പിന്നീട് 60 ആക്കി ഉയർത്തുന്ന ഒരു ആക്ടാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വാസ് നോട്ട് യൂണിഫോം. അതായത് നമ്മളുടെ ആ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രൊവിൻസിലും ഒരേ അംഗങ്ങളായിരിക്കില്ല, ഒരേ എണ്ണം അംഗങ്ങളായിരിക്കില്ല, വ്യത്യസ്ത എണ്ണം അംഗങ്ങളായിരിക്കും ആ പ്രൊവിൻസിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് റിറ്റൈൻഡ് ഒഫീഷ്യൽ മെജോറിറ്റി ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബട്ട് അലൗഡ് ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ടു ഹാവ് നോൺ ഒഫീഷ്യൽ മെജോറിറ്റി. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒഫീഷ്യൽ മെജോറിറ്റി, അതായത് ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് ആണ്, പ്രൊവിൻഷ്യലിലാണെങ്കിലും മെജോറിറ്റി എന്ന് ബ്രിട്ടീഷുകാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ പിന്നീട് ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ മെജോറിറ്റി ബ്രിട്ടീഷുകാർക്ക് തന്നെ നിലനിർത്തുകയും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് നോൺ ഒഫീഷ്യൽസ് മെമ്പേഴ്സിൻ്റേതായിട്ട് മാറുന്ന ഒരു പ്രത്യേകത കൂടി ഈ ആക്ടിനുണ്ട്. ഓക്കെ, അത് അടുത്തതായിട്ട് ഇറ്റ് എൻലാർജ്ഡ് ദ ഡെലിബറേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് അറ്റ് ബോത്ത് ദ ലെവൽസ്. ഫോർ എക്സാമ്പിൾ, മെമ്പേഴ്സ് വെയർ അലൗഡ് ടു ആസ്ക് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ്, മൂവ് റെസൊല്യൂഷൻസ് ഓൺ ദ ബഡ്ജറ്റ്, സോ ഓൺ. ഞാൻ നേരത്തെ പറഞ്ഞു 1992 കൗൺസിൽ ആക്ടിൽ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള അനുമതി കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റു അനുമതികളൊന്നും കൊടുത്തില്ല. എന്നാൽ ഇതിലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ്, അതൊരു ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിൻ്റെ സപ്ലിമെൻ്റായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷൻസ് പാസ്സാക്കാനുമുള്ള ഒരു അധികാരം കൂടി, പ്രമേയങ്ങൾ പാസ്സാക്കാനുള്ള അധികാരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഓക്കെ, for the association of Indians with the executive councils of the viceroy and governors. വൈസ്രോയുടെയും അതുപോലെ തന്നെ ഗവർണർമാരുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളായിട്ട്, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായിട്ട് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു നിയമമാണ് 1909 നിയമത്തിലൂടെ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് പ്രകാരം സത്യേന്ദ്ര പ്രസാദ് SP സിൻഹ, ഓക്കെ, സത്യേന്ദ്ര പ്രസാദ് സിൻഹ became the first Indian to join Viceroy's executive council. ഓക്കെ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അംഗമാകുന്ന, എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമാകുന്ന ആദ്യത്തെ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് സത്യേന്ദ്ര പ്രസാദ് SP സിൻഹയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ലോ മെമ്പറായിട്ട്, ഒരു ലോ മെമ്പറായിട്ടാണ് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു രാജാവ് ഓഫ് ബനാറസ്, രാജാവ് ഓഫ് പട്യാല, അതുപോലെ തന്നെ ദിനകർ റാവു, അദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, ഒരിക്കലും എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സ് ആയിരുന്നില്ല, അവരെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്
It introduced a system of communal representation for Muslims by accepting the concept of separate electorate. Under this, the Muslim members were to be elected only by the Muslim voters. എന്താണ് ഇവിടെ പറയുന്നത്? പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാണ്. മുസ്ലിംസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അനുവദിക്കുന്ന ഒരു ആക്റ്റാണ് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രേറ്റ് അനുവദിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതാരാണ്? മുസ്ലിം വോട്ടേഴ്സിന് മാത്രമേ ആ മുസ്ലിം മെമ്പേഴ്സിനെ എലക്ട് ചെയ്യാൻ കഴിയൂ. ഓക്കെ, മറ്റ് വോട്ടേഴ്സിന് ആ മുസ്ലിം മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. മുസ്ലിം മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് മുസ്ലിം വോട്ടേഴ്സ് മാത്രമായിരിക്കും. ഓക്കെ, അത്തരമുള്ളൊരു സെലക്റ്റീവായിട്ടുള്ള അത്തരമുള്ള സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അവിടെ കൊണ്ടുവരികയാണ്. അതിനെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് ലീഗലൈസ് ചെയ്ത് കമ്മ്യൂണലിസം അഥവാ വർഗീയതയെ ഒരു നിയമപരമാക്കുന്ന ഒരു സമീപനമാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഈ ഒരു നിയമം ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ അനുഗ്രഹ ആശംസകളോടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ആവശ്യത്തെ തുടർന്ന് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുക എന്നുള്ള ഒരു മുസ്ലിം അഥവാ മുസ്ലിം ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഒരു ഡിവൈഡ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കുന്നതിനായിട്ടുള്ള ആ ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രേറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോർഡ് മിൻറ്റോ ആണ് ആ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലോർഡ് മിൻറ്റോ എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇത് കമ്മ്യൂണലിസത്തെ വർഗീയതയെ ലീഗലൈസ് ചെയ്തു എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഈ ആക്ടോട് കൂടിയിട്ട് കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ലീഗലൈസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അതെല്ലാം ഒന്നുകൂടി നോക്കിയാൽ ഈ ലോർഡ് മിൻറ്റോ മോർലി റിഫോംസ് എന്നറിയപ്പെടുന്ന 1909 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ പറയുന്ന സെൻട്രലും പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ മെമ്പേഴ്സ് അതിൻ്റെ എണ്ണം ഒരുപാട് ഉയർത്തി 16 നിന്ന് 60 ഉയർത്തി. ഏത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ എണ്ണം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലും ഒരുപാട് മെമ്പേഴ്സിൻ്റെ എണ്ണം ഉയർത്തുകയുണ്ടായി. അതിൻ്റെ അംഗസംഖ്യയുടെ എണ്ണം ഉയർത്തി. അതുപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും തന്നെയാണ്. എന്നാൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാരാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് വൈസ്രോയിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നേരിട്ട് അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് SP സിൻഹയാണ്. വൈസ്രോയ് അല്ലേ, സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽസിലെ നേരിട്ട് അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഫോർ മുസ്ലിംസ്. ഓക്കെ, അതായത് പ്രധാനമായിട്ട് മുസ്ലിംസിന് തനിച്ച് പ്രത്യേകമായിട്ടുള്ള ആ ഒരു സെലക്ട്രേറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ആക്റ്റാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 എന്ന് പറയുന്നത്. ഓക്കെ, മുസ്ലിംസ് കൗൺസിലേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് മുസ്ലിം വോട്ടേഴ്സിന് മാത്രമേ സാധിക്കൂ അതുപ്രകാരം. ഓക്കെ, അതുപോലെ തന്നെ ലോർഡ് മിൻറ്റോയാണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് മിൻറ്റോയാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് 1858 ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മുതൽ അതുപോലെ തന്നെ അടുത്ത 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, അതുപോലെ തന്നെ 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ടും, അതുപോലെ തന്നെ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അത് കുറച്ചുകൂടി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.